जय कुंज बिहारी जय गोपी जन वल्लभ जय गिरिवरधारी जय गिरिवरधारी यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यमुना तीरावनचारी जय राधा माधव जय कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जय राधा माधव राधे जय प्रभुपदा श्रील प्रभुपदा जय ओम नितिलावृष्टोम विष्णुपाद परमहंस परिव्राजकाचार्य श्रोत्र सदस्य श्रीमद अभय चरणारविंद भक्ति वेदांत स्वामी श्रील प्रभुपाद की जय। इस्कॉन फाउंडर आचार्य श्रील प्रभुपाद की जय। अनंत कोटि वैष्णव वृंद की जय। नमाचार्य श्री हरिदास ठाकुर की जय। श्री रूप श्री सनातन भट्ट रघुनाथ श्री जीव गोपाल भट्टदास गोस्वामी प्रभु की जय। प्रेम से कहो श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि श्री गौर भक्त वृंद की जय। श्री श्री राधा कृष्ण गोपीनाथ श्याम कुंड राधा कुंड गिरि गोवर्धन की जय। गंगमय जमुनमय भक्ति तुलसी महारानी की जय। श्रीमद् भागवतम की जय। ग्रंथराज श्रीमद् भागवतम की जय। श्रील प्रभुपाद की जय। ഇന്ന് നമ്മള് ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ കാണ്ഡം 10ാമത്തെ അധ്യായം 2ാമത്തെ ശ്ലോകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വംശാം കുരേർവംശ देवाग्निर्हृतं संरोहयित्वा भवभावनो हरि निवेशयित्वा निजराज्य ईश्वरो युधिष्ठिरं प्रीतमाना भुवः. वंशां कुरोर्वंशधवा देवाग्नि निर्हृतं संरोहयित्वा भवभावनो हरि निवेशयित्वा निजराज्य ईश्वरो युधिष्ठिरं प्रीतमाना बुभावः. മാതാജി അതൊന്ന് മലയാളം ട്രാൻസ്ലേഷനും പർപ്പട്ടൊന്ന് വായിക്കാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. വായിക്കും. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. സൂത ഗോസ്വാമി പ്രതിവചിച്ചു. വിദ്വേഷത്തിന്റെ പകയിൽ ക്ഷീണിതമായ കുരുവംശ പുനഃസ്ഥാപനത്തിനും മഹാരാജാവ് യുധിഷ്ഠിരനെ രാജ്യം തിരികെ ഏൽപ്പിച്ചു കൊടുത്തതിനും ശേഷം വിശ്വപരിപാലകനായ ശ്രീകൃഷ്ണ ഭഗവാൻ സംപ്രീതനായി തീർന്നു. ഭാവാർത്ഥം: മുളങ്കൂട്ടങ്ങളുടെ ഉരസലാൽ സംഭവിക്കുന്ന കാട്ടുതീയോട് ഈ ലോകത്തെ സാമ്യപ്പെടുത്തിയിരിക്കുന്നു. ബാഹ്യശക്തികളുടെ ഇടപെടലില്ലാതെ മുളങ്കൂട്ടങ്ങളുടെ അന്യോന്യ ഉരസലിൽ താനെയാണ് അപ്രകാരമുള്ള കാട്ടുതീ സംഭവിക്കുന്നത്. അതേപോലെ ഭൗതിക പ്രകൃതിയുടെ പരസ്പര പ്രവർത്തനത്തെ അടക്കി ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഉഗ്രകോപത്താൽ ഭൗതിക ലോകത്തിൽ യുദ്ധാഗ്നി ആളിപ്പടരുകയും അതിൽ അനാവശ്യ ജനത നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം സംഭവിക്കുന്ന യുദ്ധത്തിൽ ഭഗവാന് യാതൊരു താല്പര്യവുമില്ല. എന്നാൽ
അദ്ദേഹം സൃഷ്ടിയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കയാൽ സാമാന്യ ജനങ്ങൾ ഭഗവദ്ധാമത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന ആത്മസാക്ഷാത്കാരത്തെ സംബന്ധിച്ച ഉചിതമായ മാർഗം സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. യാതന അനുഭവിക്കുന്ന മനുഷ്യർ സ്വഭവനത്തിൽ മടങ്ങിച്ചെല്ലണമെന്നും അപ്രകാരം ത്രിഗുണാത്മക ഭൗതിക യാതനകൾക്ക് അറുതി വരുത്തണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. സൃഷ്ടിയുടെ സമ്പൂർണ്ണ ആസൂത്രണവും ആ വിധത്തിലാണ് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ മായിക ശക്തിയാൽ ഏൽപ്പിക്കപ്പെടുന്ന യാതനകൾ ഒരാളുടെ ബോധത്തിന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലാണ് ഭഗവാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആകയാൽ അദ്ദേഹത്തിന്റെ ഉത്തമ വിശ്വാസയോഗ്യരായ യഥാർത്ഥ പ്രതിനിധികൾ ലോകം ഭരിക്കണമെന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള ഭരണം സുസ്ഥാപിക്കാനും അദ്ദേഹത്തിന്റെ പദ്ധതിയിൽ താല്പര്യമില്ലാത്ത അനാവശ്യ ജനങ്ങളെ വധിക്കാനുമാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചത്. അനഭിമതരല്ലാത്തവരെ ലോകത്തിൽ നിന്നും ഇല്ലാതാക്കാനും തന്റെ ഭക്തരുടെ കീഴിൽ സമാധാനപൂർണമായ രാജ്യം കെട്ടിപ്പടുക്കാനുമായുള്ള ഭഗവാന്റെ പദ്ധതി അനുസരിച്ചാണ് കുരുക്ഷേത്ര യുദ്ധം നടന്നത്. ആകയാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ സിംഹാസനാരോഹണം ചെയ്തപ്പോഴും കുരുവംശത്തിന്റെ ബീജാങ്കുരമായ പരീക്ഷിത് മഹാരാജാവ് രക്ഷിക്കപ്പെട്ടപ്പോഴും ഭഗവാൻ പൂർണ്ണ സംതൃപ്തനായി. ഹരേ കൃഷ്ണ. ചില പ്രഭുപാദ് കി ജയ്. താങ്ക് യു പ്രഭു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദിനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि श्री गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. वंशां कुरोर्वंश देवाग्नि निर्हृतं संरोहयित्वा भवभावनो हरि निवेशयित्वा निजराज्य ईश्वरो युधिष्ठिरं प्रीत मान बभुवाह. അപ്പോ ഇത് മഹാഭാരത യുദ്ധത്തിന് ശേഷമുള്ള ചില സിറ്റുവേഷൻസിലാണ് നമ്മളിപ്പോ ഭാഗവതത്തിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സൃഷ്ടിയുടെ ഒരു ഭഗവാന്റെ ലക്ഷ്യം തന്നെ, ഒരു കാരണം കൊണ്ടാണ് ഭഗവാൻ ഈ ജഡ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. ഈ ആധ്യാത്മിക സൃഷ്ടിയും സ്പിരിച്വൽ വേൾഡും ഈ ഭൗതിക ജഡ ശക്തി അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡ്. അപ്പൊ ഈ മെറ്റീരിയൽ ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു സർട്ടൺ സ്റ്റേജസിൽ അത് ഉദ്ഭവിക്കുകയും കുറച്ചു കാലം അത് ഇരുന്നിട്ട് പിന്നെ അതിനുശേഷം അത് നശിക്കുകയും, സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയും അത്. അപ്പൊ അത് എന്തുകൊണ്ട് ഇങ്ങനെ ഭഗവാൻ ഈ സൃഷ്ടി ചെയ്തിരിക്കുന്നു മെറ്റീരിയൽ ജഗത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഭുപാദ് പറയുന്ന എക്സാമ്പിള്, ഗവൺമെന്റ് പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഒരു രാജ്യത്ത് ചെയ്യുമ്പോൾ അവരൊരു ജയിലും അവിടെ കെട്ടിപ്പടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ക്രിമിനൽസിനും മറ്റുമൊക്കെ ഇരുത്താനുള്ള ഒരു വ്യവസ്ഥയാണ് ജയില്. അപ്പൊ അതുപോലെ തന്നെ സ്പിരിച്വൽ വേൾഡില്, അതായത് ഗോലോക വൃന്ദാവനത്തിലും അനേക വൈകുണ്ഠങ്ങളിലുമൊക്കെ ഉള്ള ജീവാത്മാക്കൾക്ക് ഭഗവാനിൽ നിന്ന് അന്യനായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ ചലഞ്ചിങ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി വരുമ്പോൾ അവർക്ക് വേണ്ടി ഭഗവാൻ സൃഷ്ടിച്ചുള്ളതാണ് ഈ ജഡ ജഗം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഭഗവാൻ ഈ മാനവരാശി അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവജാതുക്കളെല്ലാം സൃഷ്ടിച്ച് 84 മില്യൺ ഈ ജീവാത്മാക്കൾ പലതരത്തിലുള്ള ശരീരത്തിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ
നമുക്ക് എങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് തദ്ധാമത്തിലോട്ട് തിരിച്ചു പോകാനുള്ള ഒരു വഴി, അത് നമുക്ക് മനുഷ്യന്, പ്രത്യേകിച്ച് മനുഷ്യ ജന്മത്തിൽ വരുമ്പോൾ നമുക്കത് നേടാനുള്ള ഒരു വ്യവസ്ഥ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സമാധാനം പരിപാലിക്കുക, ധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് ഭഗവാൻ ഇച്ഛിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നാച്ചുറലി ഇവിടെ നമ്മളെല്ലാവരും ഈ തരത്തിൽ ഒരു ജയിൽ വാസത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നും പെർഫെക്റ്റ് അല്ല. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള എന്താ പറയുക, ഈഷ്യ അല്ലെങ്കിൽ എൻവി, നമ്മള് ഒരു ചലഞ്ചിങ് നേച്ചർ, പിന്നെ നമുക്ക് ഒരാളെ പുറത്താക്കുക, അയാളുടെ സ്ഥലം പിടിച്ചു വെക്കുക, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഭഗവാൻ ഇച്ഛിക്കുന്നത് ധർമ്മം പരിപാലനം ചെയ്യുന്ന ആൾക്കാരെ ഉയർന്ന സ്ഥാനങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇവിടെ സമാധാനം നിലനിൽക്കും. അപ്പം ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ ഈ ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഭഗവാന്റെ ഈ പലതരത്തിലുള്ള അവതാരങ്ങൾ ഭഗവാൻ ചെയ്തതെന്നും പറയുന്നുണ്ട്. അപ്പോ ഈ 5000 വർഷങ്ങൾക്ക് മുമ്പ് കുരുവംശത്തിൽ ആക്ച്വലി ഒരേ ഫാമിലിയിൽ തന്നെ പെട്ടവരായിരുന്നു പാണ്ഡവരും കൗരവരും. പക്ഷെ അവര് യുധിഷ്ഠിരന് ന്യായമായിട്ട് കിട്ടേണ്ടതായിരുന്നു രാജപദവി. പക്ഷെ അവിടെ ഈ ധൃതരാഷ്ട്രരും കൗരവ ഗ്രൂപ്പും ഒക്കെ ചേർന്നിട്ട് അവരെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് രാജ്യം കൈയടക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തി. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ് ഈ ഭഗവാൻ കൃഷ്ണന്റെ എന്താ പറയുന്ന ഒരു പീസ് ഫോർമുലയൊക്കെയായിട്ട് ഭഗവാൻ കൃഷ്ണൻ ആദ്യം അവരുടെ അടുത്ത് പോയിരുന്നു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ രാജ്യം കൊടുക്കില്ലെങ്കിൽ പാതി രാജ്യം കൊടുക്കുക, അല്ലെങ്കിൽ 5 രാജ്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ 5 പേർക്കും ചേർന്ന് താമസിക്കാൻ ഒരു വീട് കൊടുക്കുക. അപ്പൊ പലതരത്തിലുള്ള സമാധാന എന്താ പറയാ സംസാരമൊക്കെ നടന്നു. പക്ഷേ ഈ ദുര്യോധനനും കമ്പനിയും ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ പറഞ്ഞു, നമ്മൾ അതിന് തയ്യാറല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു വ്യവസ്ഥ വന്നിട്ടാണ് ഈ മഹാഭാരത യുദ്ധം നടന്നത്. അപ്പൊ ഈ മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരുടെ വശത്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ എങ്കിലും ഭഗവാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, ഞാൻ അർജുനന്റെ തേലാളി മാത്രമാണ്. പക്ഷെ പാണ്ഡവര് ഒരു ശുദ്ധഭക്തന്മാരും ഭഗവാന്റെ അസോസിയേറ്റ്സും ആയത് കാരണം അത് അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാമായിരുന്നു, ഭഗവാൻ നമ്മുടെ ധർമ്മ സ്ഥാപകനായ വിഷ്ണു, സാക്ഷാത് നാരായൺ ആണ് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് പലതരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദുര്യോധനന്റെ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് പാണ്ഡവരെക്കാളും അധികം ശക്തിയുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെയും പാണ്ഡവരുടെയും വശത്തുണ്ടായിരുന്നത് കൊണ്ട് ആ യുദ്ധത്തിൽ പാണ്ഡവർക്കാണ് വിജയം നേടാൻ സാധിച്ചത്. അപ്പോ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് രാജസൂയ യജ്ഞമൊക്കെ ചെയ്തിട്ട് യുധിഷ്ഠിരനെ സിംഹാസനസ്ഥനാക്കിയ ശേഷമാണ് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലോട്ട് പോകുന്നത്. അപ്പോ ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഭഗവാൻ അസുരന്മാരെ വധിക്കുകയും ഭക്തരെ രക്ഷിക്കുകയും ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടി വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് വളരെ മുഖ്യമായ ഒരു ദിവസമാണ്. ഇന്ന് ഗുരു പൂർണിമയാണ്. അപ്പോ ഗുരു പൂർണിമ എന്ന് പറയുന്നത് വ്യാസദേവന്റെ ആവിർഭാവ ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോ വ്യാസദേവന്റെ യഥാർത്ഥ പേര് കൃഷ്ണദ്വൈപായന വ്യാസൻ എന്നാണ്. അപ്പൊ നമ്മുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ പ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവാൻ കൃഷ്ണൻ
കൃഷ്ണദ്വൈപായന വ്യാസൻ, കൃഷ്ണ ചൈതന്യ ഭഗവാൻ, ഈ മഹാപ്രഭു, ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഈ മൂന്ന് പേരും ഒരാൾ തന്നെയാണ്. അപ്പോ വേദവ്യാസൻ, അതിന് വ്യാസദേവന്റെ ഒരു ശ്ലോകമുണ്ട്, വ്യാസായ വിഷ്ണു രൂപായ വ്യാസരൂപായ വിഷ്ണവേ. അപ്പോ സാക്ഷാത് ഭഗവാൻ വിഷ്ണുവിന്റെ ലിറ്റററി അവതാരമായിട്ടാണ് വേദവ്യാസനെ നമ്മൾ ശാസ്ത്രത്തിൽ കാണുന്നത്. അപ്പോ ഈ ധർമ്മം സ്ഥാപിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ വേദവ്യാസന്റെ അവതാരവും. വേദവ്യാസന്റെ യഥാർത്ഥത്തില് അദ്ദേഹം 4 വേദങ്ങളെയും എഴുതി, പുരാണങ്ങള്, ഇതിഹാസങ്ങള്, ഭാഗവതം, ഇതെല്ലാ ഗ്രന്ഥങ്ങളും അദ്ദേഹം നമുക്ക് വേണ്ടി ഇനി വരുന്ന കാലത്തുള്ള ആൾക്കാർക്ക് എങ്ങനെ ആയിരിക്കും ബുദ്ധി അല്ലെങ്കിൽ ഓർമ്മശക്തി, അവർക്ക് സുമന്ദമതയോ മന്ദഭാഗ്യ ഉദാഹൃത പ്രായേണ അല്പായുഷ. അപ്പൊ അല്പ ആയുഷും വളരെയധികം മന്ദബുദ്ധിയും മന്ദഭാഗ്യവും ഒക്കെ ഉള്ള ജനതയായിരിക്കും ഈ വരുന്ന കലികാലത്തിലുള്ളത്. അപ്പോ മുൻകാലത്തിലൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാല് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ശ്രുതി, ഒരാള് ഗുരുവിൽ നിന്ന് ശിഷ്യന്മാർ കേൾക്കുകയും അത് കേട്ടപടി തന്നെ അത് മനസ്സിലാക്കി അത് ബൈഹാർട്ടാക്കുകയും അതിനെ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു സ്ഥിതിയായിരുന്നു. പക്ഷെ വേദവ്യാസൻ അത് നമുക്ക് വേണ്ടി സംസ്കൃതത്തിൽ എഴുതി നമുക്ക് തരികയുണ്ടായി. അപ്പൊ അതും ചൈതന്യ മഹാപ്രഭുവും ഒരു ലിവിങ് ഭാഗവതനായിട്ടാണ് പ്രഭുപാദര് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രാക്ടിക്കൽ പ്രസന്റേഷൻ ഓഫ് ഭാഗവത ഫിലോസഫി. അത് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു 500 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ചപ്പോഴും ഈ ഭാഗവതം എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാം, അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഭഗവാനെ ചെന്നടയാൻ, ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ട എല്ലാവർക്കും മനുഷ്യജന്മത്തിൽ നമുക്ക് ശ്രമിക്കേണ്ടത്. അപ്പൊ ഈ ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ ഭഗവത് ധാമ പ്രാപ്തി എന്ന് പറയുന്നത് നമുക്ക് സാധിക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മളിപ്പോ ഈ ഭൗതിക ജഡജഗത്തിലാണ് താമസിക്കുന്നതെങ്കിലും ഇരിക്കുന്നതെങ്കിലും നമുക്ക് ഇവിടെ നമുക്ക് ഈ ഭഗവത് നാമം ജപിക്കുക, ഭഗവത് സേവ ചെയ്യുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേൾക്കുക, ഇങ്ങനെ നവവിധ ഭക്തിയും മറ്റു പല തരത്തിലുള്ള സാധന ഭക്തി, നമുക്ക് വീര്യഭക്തി, പിന്നെ നമുക്ക് രാഗാനുഗ ഭക്തി എന്നൊക്കെ പറഞ്ഞ പ്രേമഭക്തി, അങ്ങനെ പല ഭാവഭക്തി, പല സ്റ്റേജസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ മിനിമം ലെവലില് ഈ വൈദീ ഭക്തിയില് സാധന ഭക്തിയില് 16 മാല ജപിക്കുക, ഏകാദശി വ്രതം ചെയ്യുക, ഭഗവാന്റെ ലീലകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത, ഭാഗവതം, അതൊക്കെ പഠിക്കുക. പിന്നെ നമുക്ക് ഭഗവാന് ഭോഗമുണ്ടാക്കി ഓഫർ ചെയ്ത് അതിൻ്റെ പ്രസാദം നൈവേദ്യം നമ്മൾ സ്വീകരിക്കുക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രക്രിയകൾ നമുക്ക് വേണ്ടി സാധന ഭക്തിയിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഒരു വിധത്തിൽ ഭഗവത് ധാമത്തിൽ ചെന്ന് അടയാമെന്നാണ് പ്രഭുപാദരും പറയുന്നത്. ചില ഗ്രൂപ്പുകളൊക്കെ ഇപ്പോ നമ്മള് അത് കൊണ്ട് മാത്രം നടക്കത്തില്ല. ചില സ്ഥലങ്ങളിലൊക്കെ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിന്റെ എല്ലാം ചില പുസ്തകങ്ങളിലൊക്കെ ചില ഇടങ്ങളിൽ പറയുന്നുണ്ട്, ഈ സാധന ഭക്തി മാത്രം ചെയ്താൽ നിങ്ങൾക്ക് കൃഷ്ണപ്രാപ്തി ഉണ്ടാവില്ല എന്ന്. പക്ഷേ സാധന ഭക്തി നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉന്നത സ്ഥാനം ചെന്ന് അടയാനും നമുക്ക് കൃഷ്ണപ്രാപ്തി കിട്ടാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. കാരണം ഈ രാഗാനുഗ ഭക്തി, പ്രേമഭക്തി, ഭാവഭക്തി, നമുക്ക് അതോ ശ്രദ്ധ, തതോ ഭജനക്രിയ, തതോ അനർത്ഥ നിവൃത്തിഷ്യ. അപ്പൊ അതില് നമുക്ക് ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ഭാവവും പ്രേമവും ഒക്കെ സാധിക്കുമെന്ന് തന്നെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോ ഈ നമ്മുടെ
സാധാരണ ജനങ്ങൾ ഇപ്പൊ നമുക്ക് ഡെയിലി നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ 16 മാല ജപിക്കാനും മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ നമുക്ക് വളരെ പ്രയാസം തോന്നുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം പണ്ടത്തെ കാലത്തെ പോലെയല്ല. ഇപ്പൊ ജനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ ചില 24 മണിക്കൂറും നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആ ഒരു ബദ്ധപ്പാടിലും പ്രയാസത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. സമാധാനമോ സന്തുഷ്ടിയോ സുഖമോ എന്താണെന്ന് പോലും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനു വേണ്ടി പ്രയത്നിക്കുന്നതല്ലാതെ അത് എന്താണ് എന്നോ അത് എങ്ങനെയാണ് അതിൻ്റെ അനുഭവിക്കുക എന്നുള്ളതോ ഇപ്പോൾ ആൾക്കാർക്ക് ഒരു തരത്തിൽ അറിയത്തില്ല. കാരണം 24 മണിക്കൂറും ഈ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ വളരെയധികം കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും കാരണം അവർക്ക് ഈ പറഞ്ഞ സമാധാനം ഇപ്പൊ ഇക്കാലത്ത് ഗവൺമെന്റ് ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് സേവിക്കുകയാണ്, ജനങ്ങളുടെ സുഖവും ജനങ്ങളുടെ സമാധാനവുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. പക്ഷെ ഞങ്ങള് ഇക്കാലത്ത് റേഡിയോയിലോ ടി വിയിലോ ന്യൂസ് പേപ്പറിലോ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പലതരത്തിലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്നതല്ലാതെ സമാധാനത്തോടെ ഒരു ദിവസം തള്ളി നീക്കുന്ന കാര്യം വളരെ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ ന്യൂസ് പേപ്പർ രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കാണുന്നുണ്ട് അമേരിക്കയിലെ ഏതോ ഒരു സ്കൂളില് ഒരു സ്റ്റുഡന്റ് 10-20 പേരെ വെടിവെച്ച് കൊന്നു. ഒരു വിമാനം തകർന്നത് 240 പേര് ഒരൊറ്റ നിമിഷം കൊണ്ട് കത്തിക്കരിഞ്ഞു. അപ്പൊ നമ്മള് ഈ മോഡേൺ ലൈഫിൽ നമ്മള് പലതരത്തിലുള്ള ഗാഡ്ഗറ്റ്സും ടെക്നോളജിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പരിണത ഫലം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഈ വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ അടിമയാവുകയാണ്. അതായത് ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഊരാമെന്നുള്ള ആ ഒരു ഇത് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതമായി മാറിയിരിക്കുകയാണ്. അപ്പൊ അത് കാരണം ആൾക്കാർക്ക് സമാധാനത്തോടെ ഒരു 2 മണിക്കൂർ ഇരുന്ന് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക, സമാധാനത്തോടെ ഇരുന്ന് ഒരു 2-3 മണിക്കൂർ കീർത്തനം ചെയ്യുക, അല്ലെങ്കിൽ ഭാഗവത കഥ വായിക്കുക, പഠിക്കുക, കേൾക്കുക, ഇതൊന്നും ചെയ്യാൻ ഇപ്പോൾ ആൾക്കാർക്ക് സമയവും കിട്ടുന്നുമില്ല. വളരെ പ്രയാസമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ചുരുങ്ങിയ ഭക്തന്മാരാണ് കൃഷ്ണാവബോധനത്തിൽ ഇപ്പോൾ വരുന്നവരൊക്കെ ഈ പറഞ്ഞ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യേണ്ട സാധന ഭക്തി ചെയ്ത് കൃഷ്ണഭക്തി ചെന്ന് അടയാനുള്ള സകല ശ്രമങ്ങളും നടത്തണം എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ള കാരണം. അപ്പൊ വേദവ്യാസൻ ഇത് വളരെ ദീർഘദൃഷ്ടിയോടെ കണ്ട് മനസ്സിലാക്കി ആണ് അദ്ദേഹം ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ എല്ലാവിധ ഗ്രന്ഥങ്ങളും നമുക്ക് എഴുതി തയ്യാറാക്കി തന്നിരിക്കുന്നത്. അപ്പോ നമുക്കത് നിത്യം ഭാഗവത സേവ, നമ്മൾ ഭാഗവതം ഇപ്പൊ നമ്മൾ ഡെയിലി ക്ലാസ് കൊടുക്കുന്നുണ്ട്, ചൈതന്യ ചരിതാമൃതം ക്ലാസ്, ഭഗവത്ഗീത ക്ലാസ്. ഇത് നമുക്ക് ഒരു ശ്രവണാദി ശുദ്ധ ചിത്തേ കരയെ പ്രകാശ്. അപ്പൊ നമ്മൾ ഭഗവാനെ കാണണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ കാണേണ്ടത് നമ്മുടെ കാത് കൊണ്ടാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഭഗവാന്റെ ഗുണങ്ങള്, ഭഗവാന്റെ ലീലകള്, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു പ്രേമബന്ധം അത് ദൃഢമാവുകയും നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ഉന്നതി, അതായത് നമ്മൾ മരണസമയത്ത് അന്ധകാലേച്ച മാമേക സ്മരൺ മുക്ത കലേവരം. അപ്പൊ ഈ അന്ധകാലം നമ്മള് മനുഷ്യജന്മത്തിലാണ് നമുക്ക് ജനനം മൃത്യു ജരാവ്യാധി ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ നമ്മള് കാലക്രമേണ നമ്മുടെ ശരീരം ഒരു തരത്തിൽ ദ്രവിച്ച് നശിച്ച് നമ്മൾ ഇതിൽ നിന്ന് പുറത്തോട്ട് പോകും. അപ്പൊ മരണം നിശ്ചയമാണ്. അപ്പോ നമുക്ക് എങ്ങനെ ഈ
ഈ മായാജാലം, ഈ ഈ ഈ പറഞ്ഞ ഈ കുടുക്കിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു വരാം, എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതും. നമുക്ക് ഭാഗവതത്തിലും ഗ്രന്ഥങ്ങളിലൊക്കെ തരുന്ന ഗുരുവിൻ്റെ നിന്ന്, സാധു, ശാസ്ത്ര, ഗുരു, അപ്പൊ ഈ മൂന്നിൽ നിന്ന് നമുക്ക് ഐക്യം, നമുക്ക് മൂന്നിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യുകയും അതുവഴി നമുക്ക് ഇവിടെ ഭക്തന്മാരായിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നോ, ഭക്തന്മാരായിക്കഴിഞ്ഞാൽ മാല ജപിച്ച് നിങ്ങൾ കൃഷ്ണപ്രാപ്തിക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിത്യജീവിതത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആകുമെന്നോ, നിങ്ങൾക്ക് വയസ്സാകത്തില്ല എന്നോ, നിങ്ങൾ മരിക്കത്തില്ല എന്നോ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് മരണവും നിശ്ചയമാണ്, രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്, നമുക്ക് പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നം, ശാരീരിക പ്രശ്നം, കുടുംബ പ്രശ്നം, നാട്ടുപ്രശ്നം, ഇതെല്ലാം നമുക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഗുരുവിൻ്റെയും കൃഷ്ണൻ്റെയും സംബന്ധം വഴി നമുക്ക് ഒരു നല്ല പങ്ക്, നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മുക്തി എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു ആധ്യാത്മിക ബലം, അത് അയമാത്മാ ബലഹീനേന ലഭ്യതേ. അപ്പൊ ഈ നമുക്ക് ആധ്യാത്മിക ബലമാണ് മുഖ്യമായിട്ട് വേണ്ടത്. ശാരീരിക ബലത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്, നമ്മൾ ശരീരത്തെ സുഖിപ്പിക്കാനും ശരീരത്തെ നല്ലവണ്ണം വെക്കണം എന്നൊക്കെ ആലോചിച്ച് പലതരത്തിലുള്ള യോഗ പ്രക്രിയകളും എക്സർസൈസും പ്രോട്ടീൻ അടങ്ങിയ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മൾ അതൊക്കെ ചെയ്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ സുഖമായിട്ടുള്ള ഒരു ജീവിതത്തിനുള്ള സെറ്റപ്പ്, സുഖമായിട്ടുള്ള ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറയ്ക്കാനുള്ള ഒരു ശ്രമം. അപ്പൊ അതിനു വേണ്ടി മാത്രം നമ്മൾ നമ്മുടെ മുഖ്യമായിട്ടുള്ള സമയം മൊത്തം ചെലവഴിക്കാതെ ശരീരത്തിന് വേണ്ടി മിനിമം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരവും ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിനുള്ള വ്യായാമം ചെയ്യുക, അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അതാണ് മുഖ്യമാണ്. അപ്പൊ നമ്മൾ ശാസ്ത്രം പറയുന്നത് വളരെയധികം ധനം സമ്പാദിക്കാനുള്ള ശ്രമം നടത്തുക, വളരെയധികം പണം സേവ് ചെയ്ത് വെക്കുക, നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുക, അതൊക്കെ നമുക്ക് ശാസ്ത്രത്തിൽ വർജ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രഭുപാദർ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും, നമ്മുടെ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസിന്റെ സെന്റേഴ്സിലെല്ലാം നമ്മൾ ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ ഊന്നലേൽപ്പിച്ചിട്ട് നമ്മൾ ഈ പണത്തിൻ്റെ പുറകെയുള്ള ഓട്ടം കുറച്ച് മിനിമം നമുക്ക് നമ്മുടെ നിത്യജീവിതം, കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറഞ്ഞ ആവശ്യമുള്ള സംഗതിക്ക് വേണ്ടി മാത്രം കുറച്ച് ശ്രമിച്ചിട്ട് ബാക്കി മീതെയുള്ള ഭൂരിഭാഗം സമയം നമ്മൾ ആധ്യാത്മിക ചിന്ത, ആധ്യാത്മികമായിട്ടുള്ള പഠനം, ഇത് വളരെ മുഖ്യത കൊടുത്തിട്ടാണ് പ്രഭുപാദ ഈ പ്രസ്ഥാനത്തെ നമുക്ക് സ്ഥാപിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങൾ പണിയുക, വലിയ വലിയ ഫെസ്റ്റിവൽസ് ചെയ്യുന്നതിനും വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ വലിയ ക്ഷേത്രം പണിയുക, വലിയ പ്രോജക്ട്സ് ഉണ്ടാക്കുക, പിന്നെ ഇപ്പൊ നമുക്ക് ഗസ്റ്റ് ഹൗസുകൾ ഉണ്ടാക്കുക, ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുക, വൃദ്ധാശ്രമം തുടങ്ങുക, പിന്നെ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഇപ്പോൾ നമ്മളുടെ പ്രസ്ഥാനത്തിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാരണം ഭക്തന്മാരുടെ ദൈനംദിന ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും അവര് ആശ്രമത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ആൾക്കാരെ കണ്ട് പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞ് ധനം സ്വീകരിക്കുകയും വസൂലാക്കുകയും അതുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അമ്പലങ്ങൾ കെട്ടുക, വണ്ടികൾ മേടിക്കുക, കളക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി വണ്ടി വേണം, വണ്ടി മേടിക്കുന്നതിന് വേണ്ടി കളക്ഷൻ വേണം. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഭൗതിക ജീവിതം വിട്ട്
നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ വന്ന ആശ്രമത്തിൽ വരികയോ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോഴായാലും നമുക്ക് ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി മാക്സിമം സമയം കൊടുക്കാനുള്ള ഒരു താല്പര്യം വന്നേ പറ്റൂ. കാരണം 20, 25, 30, 35, 40 വർഷം പോലും കൃഷ്ണാവബോധനത്തിൽ വന്നിട്ടും പ്രഭുപാദരുടെ പുസ്തകങ്ങളെല്ലാം വായിക്കാതെ, പ്രഭുപാദരുടെ പുസ്തകങ്ങൾ പഠിക്കാതെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനുവേണ്ടി ഒക്കെ ശ്രമിക്കുക, അതൊക്കെ നമ്മൾ വളരെയധികം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ നമുക്ക് ഏറ്റവും മുഖ്യമായിട്ട് ഇപ്പോൾ വേണ്ടത് നമുക്ക് ഒരു ദിവസത്തിൽ ഒരു 1-1.5 2 മണിക്കൂറെങ്കിലും പ്രഭുപാദരുടെ പുസ്തകങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു 2 മണിക്കൂർ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനും ഒരു 1-2 മണിക്കൂർ ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ പാടാനും, ഭക്തി വിനോദ് ഠാക്കൂർ നൂറുകണക്കിനാണ് വൈഷ്ണവ ഭജനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. വളരെ വളരെ മനോഹരമായിട്ടുള്ള മീനിങ്സ് ഉള്ള, വളരെ നല്ല ഫിലോസഫിക്കൽ പോയിന്റ്സ് ഉള്ള ഭജനകൾ, ഗൗരംഗ മഹാപ്രഭുവിന്റെ കീർത്തനങ്ങള്, വൈഷ്ണവ കീർത്തനങ്ങള്, ഭഗവാൻ രാധാകൃഷ്ണന്റെ കീർത്തനങ്ങള്, അങ്ങനെ പല തരത്തിലുള്ള കീർത്തനങ്ങള് നരോത്തം ദാസ് താക്കൂർ, ഗോവിന്ദദാസ്, കൃഷ്ണദാസ്, നമ്മുടെ ഇവരെല്ലാരും തന്നെ നാമസങ്കീർത്തനക്കാരെ നരോത്തമ ദാസ്. അപ്പൊ ഈ നരോത്തം ദാസ് എല്ലാം പാടിയിരിക്കുന്ന കീർത്തനങ്ങൾ നമ്മൾ ഡെയിലി പാടുകയും അതിൽ നിന്നുള്ള അർത്ഥങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് പകർക്കുകയും ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മള് ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷ, ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ഭാരത ഭൂമിത്തെ ജന്മ ഹോയിലോ ജാർ ജന്മ സാർത്ഥക കൊരേ കറോ പരോപകാർ. അപ്പൊ മഹാപ്രഭു പറയുന്നത്, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സാർത്ഥകമാക്കണം. നമ്മൾ ശരിയല്ല, നമ്മൾ ഒന്നും പ്രാക്ടീസ് ചെയ്യത്തില്ല, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട് നിങ്ങൾ നമ്മുടെ ഭഗവത്ഗീത മേടിച്ച് വായിക്കുക, നമ്മുടെ ഭാഗവതം മേടിച്ച് പഠിക്കുക, ഭാഗവതം വിൽക്കുക, 100 ഭാഗവതം സെറ്റ് വിറ്റു, 200 ഭാഗവതം സെറ്റ് വിറ്റു. അപ്പൊ ഈ നിലപാടുകളിലൊക്കെ നമ്മൾ അത് വേണം, അത് വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് അതിൽ നിന്നൊക്കെ വളരെ മുഖ്യമായിട്ടുള്ള വേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പ്രഭുപാദരുടെ പുസ്തകങ്ങൾ, ഇപ്പൊ പ്രഭുപാദരുടെ പുസ്തകങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രഭുപാദര് മെയിനായിട്ട് നമുക്ക് ശ്രീമദ് ഭാഗവതം, ചൈതന്യ ചരിതാമൃത, ഭഗവത്ഗീത, ഈശോപനിഷത്ത്, ഭക്തി രസാമൃത സിന്ധു, അങ്ങനെ ഒരു കുറച്ച് പുസ്തകങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ജീവ ഗോസ്വാമിയുടെയും ഷട്ട് സന്ദർഭാസ്, സനാതൻ ഗോസ്വാമിയുടെ പുസ്തകങ്ങള്, പിന്നെ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ ജൈവധർമ്മ, ഭക്തി വിനോദ് സ്വാമിയുടെ ജൈവധർമ്മം വളരെ വളരെ അത്യന്താപേക്ഷിതമായിട്ട് എല്ലാ ഭക്തന്മാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ജീവിതത്തിന്റെ ഒരു 60%, 70% ഒക്കെ തീർന്നു കഴിഞ്ഞ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി അധിക കാലം സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെയും ഈ കൃഷ്ണാവബോധനത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തണം. അപ്പോ നമുക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ വന്ന് അസുരന്മാരെ എല്ലാം വധിച്ച് ധർമാത്മാവായ ധർമ്മരാജാവാണ് യുധിഷ്ഠിരൻ. അദ്ദേഹം എന്താ പറയുന്നത്, ഭഗവാൻ കൃഷ്ണന്റെ ആ ചിന്തകളും എല്ലാം വളരെ കൃത്യമായിട്ട് സത്യം, ധർമ്മം, നീതി, ന്യായം, എല്ലാവർക്കും ന്യായം കൊടുക്കുക, എല്ലാവർക്കും ധർമ്മം കൊടുക്കുക, എല്ലാവർക്കും സുഖം കൊടുക്കുക, എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള ചെയ്യുക, അതൊക്കെയാണ് പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ ചെയ്തിരുന്നത്. അപ്പൊ അത് ഇക്കാലത്ത് നമുക്ക് ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സർക്കാരൊക്കെ ഉണ്ടാക്കിയിട്ട് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ആരും ഇപ്പൊ നിങ്ങൾ മാല ജപിക്കേണ്ട 16 മാല വേറെ ആരെങ്കിലും കൊണ്ട് ജപിച്ചിട്ട് അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. 16 മാല നമ്മൾ തന്നെ സ്വയം ജപിക്കണം. നമ്മൾ തന്നെ ഭഗവാന്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് കഴിക്കുമ്പോഴും നമുക്കത് ഭഗവാനെ നമുക്ക് യത് കരോസി യദസ്നാസി യജ്ജുഹോസി ദദാതി യസ് യത് തപസ്യസി കൗന്ദേയ കുരുസ്വമതർപ്പണം പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത പ്രയച്ഛതി. അപ്പോ നമുക്ക് ഭക്തരായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും സ്ട്രിക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെയാണിത്. അപ്പൊ നമുക്ക്
ഈ വിധ കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തില് നമ്മള് നിത്യജീവിതത്തിൽ നമ്മള് ഈ 4-5 കാര്യങ്ങൾ സ്ഥിരമായിട്ട് മാല ജപിക്കുക, ഭഗവാന് കീർത്തനങ്ങൾ ചെയ്യുക, ഭഗവാന് ഭോഗ ഓഫർ ചെയ്ത പ്രസാദം കഴിക്കുക. അപ്പൊ ഈ 4-5 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മധുരാവാസം, ഭാഗവത പഠനം, സാധുസംഘം, ഈ വിധ 4-5 കാര്യങ്ങളൊക്കെ പ്രഭുപാദർ ചില ഇടങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും പോയിട്ട് വൃന്ദാവനത്തിൽ താമസിക്കുക അല്ലെങ്കിൽ മധുരാവാസം ചെയ്യുക എന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യുകയും നമ്മളത് നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ താമസിച്ചാലും അത് വൃന്ദാവനമായിരിക്കും. അപ്പൊ പ്രഭുപാദർ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഞാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ്. ഞാൻ ഭഗവാൻ പറയുന്നത്, ഞാൻ ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ്, ഭക്തൻ എൻ്റെ ഹൃദയത്തിലുമാണ്. അപ്പൊ നമുക്ക് ഈ വിധ കാര്യങ്ങൾ ഭഗവാൻ, ഭക്തൻ, ഭക്തി, ഈ 3 കാര്യങ്ങളും കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഈ ഭാഗ്യവാൻ, അപ്പൊ നമുക്ക് ഭഗവാനുമായിട്ടുള്ള സംബന്ധമുണ്ട്. നമ്മൾ ഭക്തി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിൽ, സാധു സംഘം, ചൈതന്യ മഹാപ്രഭു വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് സാധു ഭക്തന്മാർ തമ്മിലുള്ള സംഘം. നമ്മൾ സാധു സംഘം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് എന്താ വരുന്നത്? സാധു സംഘം നമ്മൾ ഭക്തന്മാർ കൂടി ഇരുന്നിട്ട് പോളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫൈറ്റിംഗ് ചെയ്യുകയോ അല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഭാഗവതം ഡിസ്കസ് ചെയ്യണം, ഭാഗവത കഥ ഡിസ്കസ് ചെയ്യുക, ഭാഗവതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. സാധു സംഘം വഴി ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. അപ്പൊ നമ്മളൊരു ഭക്തനുമായിട്ട് എപ്പോഴെങ്കിലും റോഡിൽ കാണുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ വരുമ്പോൾ കാണുമ്പോഴോ, പ്രഭു എങ്ങനെയൊക്കെയുണ്ട് വിശേഷം, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം, നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം, അങ്ങനെ ചോദ്യങ്ങളുടെ ഒരു നിര തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അതല്ല വേണ്ടത്. അപ്പൊ നമുക്ക് നമ്മളെ ടെമ്പിളുകളിൽ, ആശ്രമങ്ങളിൽ വരിക അല്ലെങ്കിൽ സാധുസംഘത്തിൽ, സത്സംഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ലീലകള്, ഭഗവാനും ഭക്തനും, നമ്മളിപ്പോൾ നമ്മള് പ്രഹ്ലാദ മഹാരാജാവിനെ കുറിച്ച്, ധ്രുവ മഹാരാജാവിനെ കുറിച്ച്, അംബരീഷ് മഹാരാജാവിനെ കുറിച്ച്, പാണ്ഡവന്മാരെ കുറിച്ച് അനേകം ലീലകൾ ഭഗവാന്റെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് നമുക്ക് തന്നിട്ടുള്ള ഭഗവാന്റെ ഉപദേശം, ഇപ്പോ മഹാരാജാവ് 10,000 മക്കളുണ്ടായിരുന്ന, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, അവരൊക്കെ എപ്പോഴും ഈ വിഷ്ണു കീർത്തനീയ സദാഹരി. അപ്പൊ അതാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കേണ്ടത്. ഇതിപ്പോ നമ്മൾ ഓഫീസിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയിൽ വേലയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ഭക്തനെ കാണുന്നുണ്ട് റെയിൽവേയിൽ, അദ്ദേഹത്തിന് ജോലിയുണ്ട്. അപ്പൊ നമ്മള് ഡ്യൂട്ടി ടൈമിൽ നമ്മൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യണം. പക്ഷെ നമുക്ക് ഡ്യൂട്ടി എത്ര സമയം? ഒരു ആഴ്ചയിൽ 5 അല്ലെങ്കിൽ 6 ദിവസം 8 മണിക്കൂറാണ് ഡ്യൂട്ടി. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ എത്രയും അധികം ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഊന്നൽ നൽകി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ 500 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ചൈതന്യ മഹാപ്രഭുവായി വന്നിട്ട് നമുക്ക് ഈ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ നാമമന്ത്രം ജപിക്കാനുള്ള അവസരം തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഈ അവതാരങ്ങളോ അല്ലെങ്കിൽ ഈ വിധ കാര്യങ്ങളൊക്കെ മുഖ്യതയുണ്ടെങ്കിലും ഇനി എപ്പോഴാണ് ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുക? അങ്ങനെ ആക്ച്വലി ഭഗവാൻ നമ്മളെ ക്ഷേത്രത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഗൗരനിതായിയോ അല്ലെങ്കിൽ ജഗന്നാഥ ബലദേവ സുഭദ്രനെയോ അല്ലെങ്കിൽ രാധാകൃഷ്ണ മൂർത്തികൾ വെച്ചിട്ട് അതിനെ സാക്ഷാത് ബ്രജേന്ദ്ര നന്ദൻ ഭഗവാനെ വീട്ടിൽ വിളിച്ച് ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഭക്തന്മാരെ സംബന്ധിച്ചോളം ഭഗവാനെ കാണുക എന്നുള്ളതല്ല മുഖ്യം. നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്, മമ ജന്മനി ഈശ്വരേ ഭവതാർ ഭക്തിരഹൈതുകി, മമ ജന്മനി ഈശ്വര. അപ്പൊ മമ ജന്മനി ഈശ്വരേ ഭവതാർ ഭക്തിരഹൈതുകി. അപ്പോ ഇനി എത്ര ജന്മങ്ങൾ ഉണ്ടെങ്കിലും
ഇനി വരുന്ന ജന്മങ്ങൾ എത്ര ആയാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എനിക്ക് ഭഗവാന്റെ ഭക്തനായിട്ട് ജനിക്കാനും ജീവിക്കാനുമുള്ള അവസരം തരണമെന്ന് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രഭുപാദ പറയുന്നുണ്ട്, നമ്മള് ഹെല്ല് പാതാളത്തില് എന്താ പറയുന്നത്, നരകത്തിൽ പോകാനാണ് പറയുന്നെങ്കിലും നരകത്തിൽ പോയി അവിടെയും കൃഷ്ണാവബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കാനുമുള്ള മനസ്ഥിതിയാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ പോകണം, ഭഗവാന്റെ നിത്യലീലയിൽ പ്രവേശിക്കണം. അത് നമുക്ക് നിത്യലീല പ്രവേശനം നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഭഗവാന്റെ കീർത്തനങ്ങളെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുകയും പുതു ആൾക്കാർക്ക് കൃഷ്ണാവബോധനത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. അതിന് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ശരിയായ വഴി. ഹരേ കൃഷ്ണ. മാതാജി, ഒരു 4 മിനിറ്റ് സമയം കൂടെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. Yes, Prabhu. Yes, Prabhu. Please. Hare Krishna. Any questions or comments? Devotees എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ doubts ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ. ശരി മാതാജി, അപ്പൊ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറയൂ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. ജപമാല ജപിക്കുന്ന മാല ചിക്കൻ കഴിച്ചാ ജപിക്കാമോ? എന്താ പ്രശ്നം? ജപിക്കുന്ന മാല ചിക്കൻ കഴിച്ചാൽ ജപിക്കാമോ? ജപിക്കുന്നതിന് യാതൊരു വിധ നാംനാമകാരി ബഹുധാ നിജസർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല എന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് ഒരു ഉപാധിയുമില്ല. എന്ത് സമയത്തായാലും എവിടെയായാലും നമ്മൾ എന്ത് കഴിഞ്ഞാലും എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ഉപാധിയും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോ നമ്മള് ഈ കൃഷ്ണാവബോധനത്തിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മള് മാംസാഹാരം വർജിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ നിയമം. പക്ഷെ ഇപ്പോ തുടക്കത്തിൽ മാംസാഹാരം കഴിക്കുന്ന ഒരാളാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം, യാതൊരു തെറ്റുമില്ല. ഒരു കാര്യം, മേ ബി ചിക്കൻ കഴിക്കുന്നതിന് മുമ്പേയും കുറച്ച് ജപിക്കുക, അതിനുശേഷവും ജപിക്കുക. ഹരേഷ പ്രഭുജി, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് വ്യാസപൂർണിമയാന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഫാസ്റ്റിംഗ് ഉണ്ടോ ഇന്ന് ഭക്തന്മാർക്ക്? ഇല്ല, നമ്മുടെ ഈ ഹരേ കൃഷ്ണ ഇസ്കോൺ ഇവിടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ, ഞാനിപ്പോ ഇവിടെ ഈ ഹരിദ്വാറിനടുത്തൊരു എന്താ പറയുന്നത്, ഡെറാഡൂൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണ് ഞാൻ. ഇന്നലെ രാത്രിയാ വന്നത് ഇവിടെ. എനിക്ക് ബദ്രിക ആശ്രമത്തിൽ പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. പക്ഷെ ഇവിടെ റോഡ് ബ്ലോക്ക് ഒക്കെ ആയിട്ട് മഴ കാരണം അടഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോ ഇവിടെ ഞാൻ അന്വേഷിച്ചിട്ട് ഇവിടെയൊക്കെ പല ആൾക്കാരും ഈ ഗുരുപൂർണിമ ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ എന്താണെന്ന് അറിയില്ല, നമുക്ക് നമ്മുടെ കലണ്ടറില് ഗുരുപൂർണിമ ദിവസം ഫാസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നില്ല. അത് വളരെ മുഖ്യമല്ല. പക്ഷെ എങ്കിലും വ്യക്തിഗതമായിട്ട് ആർക്കെങ്കിലും കുറച്ച് ഉച്ചവരെ ഫാസ്റ്റ് ചെയ്യാനുള്ള, ഇപ്പൊ നമ്മള് ഗുരുക്കന്മാരുടെ വ്യാസപൂജയ്ക്ക് പ്രഭുപാദരുടെ ജന്മദിനത്തിലൊക്കെ നമ്മൾ ഉപവസിക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യാസദേവന്റെ പുണ്യതിഥിയിലും ഫാസ്റ്റിംഗ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ വ്യാസദേവനോടുള്ള ഒരു റെസ്പെക്റ്റ് ആയിട്ട് നമ്മളൊന്ന് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ കുറച്ച് വായിച്ച് വ്യാസദേവനോട് നമുക്ക് ഇനിയും മുന്നോട്ട് പഠിക്കാനും കേൾക്കാനും ഒക്കെ ഉള്ള അവസരം വരട്ടെ എന്ന് നമ്മൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ ലീവ് ചെയ്യട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.